പീരീഡ്സിൻ്റെ സമയത്ത് ഫ്ലോ കുറഞ്ഞ് കാണുന്നവർ, അതായത് 2 ദിവസത്തിൽ കുറവാണ് നിങ്ങളുടെ പീരീഡ് ഫ്ലോ എങ്കിൽ, അതുമല്ലെങ്കിൽ പീരീഡ്സിൻ്റെ സമയത്ത് സ്പോട്ടിങ് മാത്രമാണ്, കറക്റ്റായിട്ടുള്ള ബ്ലീഡിങ് ഇല്ല എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തേണ്ടതാണ്. അതല്ലാതെ നമുക്ക് നാച്ചുറലി ഈ കണ്ടീഷൻ എങ്ങനെ സോർട്ട് ചെയ്യാൻ പറ്റും നോക്കാം. ഒന്നാമത്തേത് HB കുറവുള്ള ആൾക്കാർ അയൺ സപ്ലിമെൻറ്റും അതുപോലെ തന്നെ വൈറ്റമിൻ സി റിച്ച് ഫുഡും അതിൻ്റെ കൂടെ എടുക്കേണ്ടതാണ്. വൈറ്റമിൻ സി കൂടുതലായിട്ട് ശരീരത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അയൺ അബ്സോർപ്ഷൻ കൂടുന്നത് കാരണമാണ് വൈറ്റമിൻ സി ആഡ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. രണ്ടാമത്തേത് വൈറ്റമിൻ B6 ആണ്. വൈറ്റമിൻ B6 നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് വൈറ്റമിൻ B6 ആഡ് ഓൺ ചെയ്യാൻ പറയുന്നത്. മൂന്നാമത്തേതെന്ന് പറയുന്നത് omega-3 ഫാറ്റി ആസിഡ് ആണ്. നാലാമത്തേതെന്ന് പറയുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഇഞ്ചി, കറുകപ്പട്ട, അതുപോലെ തന്നെ മഞ്ഞൾ. ഇത് മൂന്നും നമ്മുടെ ഡെയിലി റുട്ടീനിൽ വെള്ളത്തിലിട്ടിട്ടോ അത് അല്ലെങ്കിൽ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ ആഡ് ചെയ്തിട്ട് കഴിക്കേണ്ടതുമാണ്. അഞ്ചാമത്തേതെന്ന് പറയുന്നത് മെഡിറ്റേഷനും അതുപോലെ തന്നെ എക്സസൈസും ആണ്.